മോളൊരു അച്ഛനും മിണ്ടണില്ല. നെലൂളി എന്നെ നെലൂളി. എന്നാലും എന്റെ ചെയ്താലക്ക നിങ്ങൾ വല്ലാത്ത ഒരു മനുഷ്യൻ തന്നെ. എന്താ സൂര്യയുടെ മേലുമേ കാണുന്നത്? അതിന്റെ പെറ്റാളെ ഉണ്ടായിരുന്നു നിങ്ങൾ ഈ പണി ചെയ്യാറുന്നോ? നിങ്ങളെന്താ ഒന്നും മുണ്ടാണ്ടിരിക്കുന്നത്? ഇതായി ഇപ്പൊ പുകില്. ചെയ്താലക്കാരുന്ന് കരയണത് കാണുന്നില്ലേ? എന്തെങ്കിലും പറഞ്ഞൊന്ന് സമാധാനിപ്പിച്ചോടെ നിങ്ങക്ക്? പടച്ചോനെ, മാമാ ഞമ്മളീ കേട്ടത് നേരാണാ? ചോദിച്ചത് കേട്ടില്ലേ? നേരാണെന്ന്. നീ ഒന്നും മുണ്ടാണ്ടിരിക്കും മമ്മൂട്ടി. ഞമ്മൾ ചോദിച്ച മാമാടാണ്. നേരാണാ? ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റൂല. ഓളോട് ചോദിച്ചിട്ടാണ് കാര്യം. നിക്കട്ടെ, എവിടേക്കാ നിങ്ങൾ ബൈന്ന് മാറ്. മാറില്ലാത്താല മാറാൻ നമുക്ക് നല്ലത്. ഇല്ലെങ്കിൽ നീ ഞമ്മളെ പിടിച്ച് മൂക്കി കെറ്റോ? ഒന്ന് പോടേക്കാ. ഒരു മനുഷ്യനെ ഓളയിടിച്ച് ചമ്മന്തി ആക്കിയേക്കണ്. ഇനി എന്റെ വക ഒരു ചോദ്യം കൂടി വേണ. ചമ്മന്തിയാക്കിട്ട് ഓളും എല്ലാം പറഞ്ഞ ആരാണെങ്ങൻ? പറഞ്ഞില്ലെങ്കിൽ വേണ്ട. ഇങ്ങക്ക് തിരിഞ്ഞ ആരാന്ന്? എന്നാ ഞമ്മക്ക് തിരിഞ്ഞേക്കണം. ആരാ? ഇങ്ങക്ക് കേൾക്കണ പറയേ മാമാ. ഇങ്ങളും കേട്ടോളി. ഇത് ചെയ്ത ഓനാ ആ ചെറിയ പോരി. ഉണ്ടാണ്ടിരിക്കും മമ്മൂട്ടി. വല്ലം പറഞ്ഞ് കുഴപ്പമുണ്ടാക്കണ്ട. വെല്ലം പറയേ. അന്തി മോന്തി ഇല്ലാണ്ട് കള്ള കാഫറിങ്ങൊക്കെ പെരെ കയറ്റുമ്പോ ഓർക്കണമായിരുന്നു മാമാ. ഇനിയിപ്പൊ നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെങ്കിൽ ഒരു കാര്യങ്ങൾ കേട്ടോളി. ഓനെ ഞമ്മൾ തുണ്ടം തുണ്ടമാക്കും. മമ്മൂട്ടി ഓരോടും പറഞ്ഞോളി. രണ്ടു ദിവസമായല്ലോ പ്രസന്ന ക്ലാസ്സിൽ വന്നിട്ട്. എക്സാം അടുത്ത് വരികയല്ലേ? എന്തു പറ്റി? അമ്മ പറഞ്ഞു ഇനി ട്യൂഷന് പോകണ്ടെന്ന്. ആരാടി അവിടെ? പ്രസന്ന എന്താ ട്യൂഷൻ ഇടാത്തത്? ഒന്നുമില്ല. പിന്നെന്താ? ഇവക്കേ സുഹരേക്ക് 2 വയസ്സേ കുറവുള്ളൂ തിരുമേനി. പലതും കേൾക്കുന്നുണ്ട്. നാരായണ അണ്ണ എല്ലാരും പറയണേ. എന്തെങ്കിലും പറഞ്ഞൂടെ? സതിയുടെ മനസാക്ഷിയോട് തന്നെ ചോദിച്ചോളൂ. എന്റെ മറുപടി അവിടുന്ന് കിട്ടി. മറുപടി എനിക്ക് കിട്ടിയിരിക്കണോ? നാരായണൻ അത് ചെയ്യില്ല. ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിരോധില്ല. ഏട്ടന്റെ പേരാ എല്ലാരും പറയണേ. ഈശ്വര, ഇനി എന്തെല്ലാം കുഴപ്പങ്ങളാ ഉണ്ടാവുമോ? ഇല്ല, എന്റെ കുട്ടി അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ചു പറയാൻ വഹിക്കോ? ഏട്ടൻ വരുന്നുണ്ട്. അച്ഛൻ ഇതിനെ പറ്റിയൊന്നും ഇപ്പൊ ചോദിക്കണ്ട. ഒരു റിമ്പൾസ് അതുകൊണ്ട് ചെയ്തു പോകുന്ന പ്രവൃത്തി.
തെറ്റും ശരിയും നിശ്ചയിക്കാൻ കഴിയില്ല. പിന്നെ ശ്രമിച്ചാൽ എനിക്കൊരു എഞ്ചിനീയർ ആകാം, പക്ഷെ ഒരിക്കലും ഒരു നാരായണാൻ കഴിയില്ല. ശരി, എന്നാ വരട്ടെ. കഴിഞ്ഞോട് നേരെ എനിക്ക് ഗ്രാഫ് കൂടെ വരയ്ക്കണത്രേ. എല്ലാം കഴിഞ്ഞ് അവർക്ക് എന്താ വേണമെന്ന് വെച്ചാൽ കൊടുത്ത് താൻ മില്ലിലോട്ട് വാ, നമ്മ അവിടെ ഉണ്ടാവും. അവനെ 2 നാളു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. അത് പണ്ടല്ലായിരുന്നോട് വെളിച്ചപ്പാട്, ഇപ്പൊ വണ്ടിയിലേറ്റി നടത്തുന്നതും ഭവാൻ എന്ന വെളിച്ചപ്പാടെ മിക്കവിടെ തന്റെ സംസ്കൃതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. 2-4 ദിനം കൊണ്ടൊന്നല്ല, 10-24 പരീക്ഷങ്ങൾ കൊണ്ടെന്ന് പാട്. തന്നെ പോലെ മനുഷ്യനെ പറ്റിക്കാൻ പിത്തക്കോളുള്ള ശരീരവും പിറപ്പിച്ച് തുള്ളിയും തൊരിപ്പാട്ട് പാടിയും ഇക്കബന്ധ കളിച്ചിട്ടല്ല നമ്മൾ ഈ നിലയിലെത്തിയത്. എല്ലാം മുറിയെ പണിയെടുത്തിട്ടാണ്. രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ കാട്ടിലും കൂപ്പിലും ചെന്ന് അധ്വാനിച്ചിട്ട്. പിന്നെ മേനോച്ച, നിങ്ങൾക്ക് ബുദ്ധിയും ബോധവും ലേശം കുറവാണെന്ന് നമ്മൾ സമ്മതിച്ചിരിക്കുന്നു. പക്ഷെങ്കിലേ ഈ വിവരമില്ലാത്ത വെളിച്ചപ്പാട് പറഞ്ഞിട്ട് നിങ്ങൾ ചിരിക്കരുത്. ഈ കൈ കണ്ട, ഈ തയമ്പ് ഒരുപാട് കാലം തടി പിടിച്ചുണ്ടായതാണ്, അല്ലാതെ നേർച്ചപ്പെട്ടിലെ കൈയിട്ട് മാറിയതല്ല. ഈ കൈ കൊണ്ട് തടി പിടിക്കാൻ മാത്രമല്ല, വേറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിനുള്ള ഹർക്കത്തും ഞമ്മക്കുണ്ട്. പക്ഷെങ്കിൽ ഇപ്പൊ നമ്മളത് ചെയ്യണില്ല. ഓർത്തോളി. കൃഷ്ണനാരെ, അമ്പല കമ്മിറ്റിയുടെ തീരുമാനം കേട്ട? മൂപ്പന്റെ ആനേനെ അവർക്ക് വേണ്ടാന്ന്, ഇസ്ലാമിന്റെ ആനേനെ എഴുന്നള്ളിച്ച വിടക്കാവുന്ന്. ഞാനും കേട്ടു. നമ്മുടെ ആന പൊന്നാനി പോയി തൊപ്പിയൊന്നും ഇട്ടിട്ടില്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ഏക്കമില്ലാതെ ഫ്രീ ആയിട്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞേക്ക്. അനിയമ്മേനാവും അതിന്റെ പിന്നിൽ. അത് നമ്മക്ക് നേരത്തെ തിരഞ്ഞേക്കണം. അവന്റെ പരിപ്പ് എബ്രഹാം മൂപ്പന്റെ അടുത്ത് വേവില്ല. പോയി പറഞ്ഞേക്ക്. നമ്മുടെ കേസ് അയാൾക്കെതിരെ വിധിയാവുമെന്ന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും. അതാണ് നായരെ. കാര്യം വെറും ഒരു നായരാണെങ്കിലും കിഷൻ നായർക്ക് പുത്തിയും കേട്ടാ. അതിന് ആനയെ വെറുതെ തരണ മൂപ്പം വരണത്. അതൊന്നും വേണ്ട തിരുമേനി. വെറുതെ തരാമെന്ന് പറഞ്ഞാലും ഒരു മുസ്ലിമിന്റെ ആനയെ നമുക്ക് വേണ്ട. അതിനെന്താ കുഴപ്പം? ആന ഇറച്ചി മീനൊന്നും കൂട്ടില്ലല്ലോ. എടോ, ആന ഇറച്ചിയും മീനും കൂടണല്ല പ്രശ്നം, ഇതെല്ലാം കൂടുന്ന ആൾക്കാരുടെ ആനയാണ്, അതാ പ്രശ്നം. അതെ, പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ തന്നെ ഈ കടത്തിലായ കമ്മിറ്റിയെ കുറിച്ച് ലാഭം കിട്ടുന്ന കാര്യമല്ലേ? പിന്നെ ഈ ജന്തുക്കൾക്കുണ്ടോ ആദ്യപ്പതൊക്കെ? പ്രശ്നം അതല്ല, മൂപ്പന്റെ ആന നല്ല തലയെടുപ്പുള്ള ആനയാണ്. അത് തന്നെയാണ് ഞാനും പറയാറ്. അതല്ലടോ കാര്യം, അതിന് കോലം കൊടുക്കേണ്ടി വരും. ഒരു മുസ്ലിമിന്റെ ആനപ്പുറത്ത് തന്നെ വേണോ ദേവിയുടെ തിറമ്പേറ്റാൻ? തിറമ്പേറ്റൽ എന്താ കുഴപ്പം? കുഴപ്പമുണ്ടല്ലോ. ഞാൻ വെളിച്ചപ്പാടായിരിക്കുന്നിടത്തോളം കാലം മൂപ്പന്റെ ആന ഇവിടെ സ്ഥലം പറ്റില്ല. നിങ്ങൾ നിങ്ങളോട് അവനെ മിണ്ടാതിരിക്കാൻ. എന്താ ഇവിടെ ഒരു ബഹളം? ഒരു മുസ്ലിമിന്റെ ആന ഹിന്ദുവോ മുസ്ലിമോ എന്നതാണ് പ്രശ്നം. അമ്പലത്തിനകത്തെ കാര്യങ്ങളല്ലേ നമുക്കുള്ളൂ, പുറത്തെ കാര്യങ്ങൾ നിങ്ങളൊക്കെ കൂടി തീരുമാനിക്കല്ലേ നല്ലത്. അഭിപ്രായം ആർക്കും പറയാമോ? എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. സൂര്യൻ പൊട്ടി പിളർന്നു പോയ അണ്ഡം, ബ്രഹ്മാവ് അതിന്റെ 2 ഖണ്ഡങ്ങളും ഓരോ കയ്യിലെടുത്തു. എന്നിട്ട് വേദമന്ത്രം അങ്ങോട്ട് ഉരുക്കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന്റെ വലത് കൈയിൽ നിന്ന് അഷ്ടദിഗ്ഗജങ്ങളും ഇടത് കൈയിൽ നിന്ന് 8 പിടിയാനകളും ഉണ്ടായി. അവയുടെ സന്തതി പരമ്പരകളാണ് ഇന്ന് കാണുന്ന ഈ ആനകളെല്ലാം. അപ്പൊ ആന ഹിന്ദു തന്നെ? അതെ, ആന ഹിന്ദു തന്നെ. നല്ലോണം പള്ള നിറച്ച് തിന്നോടാമനെ. നമ്മുടെ ഗോപാലൻകുട്ടിക്ക് ലേശം ക്ഷീണമുണ്ടോ?
ഉണ്ടോ പാപ്പനെ? ഏയ്, തൃപ്പൂണിത്തുറയിൽ ഇതുവരെ നടന്നില്ലേ? ഇനി എവിടേക്കായിരുന്നല്ലോ ഇപ്പൊ? നേരെ തൃക്കുമാരകൂടം, പിന്നെ ഇടമുട്ടം, കിഴിയത്ത്, അത് കഴിഞ്ഞ് ആറാട്ടുപുഴ. അവർക്കൊന്നും ഇല്ലേടോ, ഹിന്ദുവും മുസ്ലിമും. അത് കഴിഞ്ഞാ പിന്നെ ഇവിടുത്തെ ഉത്സവമായി. ഇവിടെ വേറെ ഏതൊക്കെയാണ്? ശങ്കരൻകുളങ്ങരയുണ്ട്, മംഗലംകുന്നുണ്ട്. കിടമ്പ് ഗോപാലൻകുട്ടിക്ക് തന്നെ കിട്ടില്ലേടോ? അതിപ്പോ മംഗലംകുന്നിന്റെ അത്രയ്ക്ക് വരുമോന്ന് സംശയ. പിന്നെ ആ നേരത്തെ മസ്തകം പൊക്കുന്നതനുസരിച്ചിരിക്കും. ആരായത്? പുതിയ പിള്ളയും പുതിപ്പെണ്ണോ? വരി കദീശ, മക്കൾ വന്നിരിക്കണേ. മോളെ യാത്രയെല്ലാം സുഖമായിരുന്ന? മോനകത്ത് വാ. അലാവുദ്ദീന്റെ മാണിക്യ കൊട്ടാരത്തിലോ അതോ പേഴ്സ്യൻ സുൽത്താന്റെ പൂന്തോട്ടത്തിലോ? എന്താണ് സൂറ? ഒന്നുമില്ല. നിന്നെ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഇന്നീ മുഖത്ത് എത്രാം രാവിലെ ചന്ദ്രനാണ്? 14 18? സൂറ, സൂറ, അയ്യോ, അങ്ങോട്ടേക്ക്. എടി സൂറ. മാമ, സൂറ. ആ, നീ എന്തൊക്കെ എന്ത് വരെ? മാമ എന്തേ? പുറത്തോട്ട് പോയി. എപ്പോഴാ വരിക? അറിയില്ല. ബാപ്പയും മോളോട് ഞമ്മളെ കുരം കളിപ്പിക്ക? ഞമ്മക്കിന്ന് രണ്ടിനും അറിയണം. എന്താ? എന്താന്നാ? നീ ഞമ്മളെ കെട്ടുമല്ലയോ? നീ കുറച്ചു മുമ്പ് പറഞ്ഞല്ലേ? അപ്പോ നീ ഞമ്മളെ കെട്ടൂല? ഇല്ല. ഇല്ലേ ബലാലെ? ഇല്ല. ഇല്ലേ? ബാപ്പാ, ഉണ്ടാണ്ടി നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വിട്. വിടണോളെ. താൻ എവിടെ പറഞ്ഞത്? കണ്ടില്ലേ അകത്തുനിന്ന്? ഒരു ബാല്യക്കാരത്തിൽ മാത്രമുള്ള കുടിയിൽ തനിക്കെന്താ കാര്യമൊന്ന്? സുഹറ എന്നെ കല്യാണം കഴിക്കുമോ എന്ന് അറിയാൻ വന്നതാ. എടാ നമ്പൂരിച്ചക്ക, വല്ലാണ്ട് കയറി പറയണ്ട. കന്നാലിലെ മാത്രമല്ല, അന്നപ്പുറത്ത് കള്ള കാഫറുകളെ കഴുത്ത് വെട്ടാൻ ഞമ്മ പഠിക്കൂല. വെട്ടണം, കഴുത്ത് നിന്ന് വെട്ടണം. കഴുത്ത് വെട്ടിയാ തല മുളയ്ക്കുന്നവരവര് കള്ളസാക്ഷി പറയൂല. സൂറ, സൂറാവേ, സൂറ ഇവളെവിടെ പോയി? ദുനിയാവിന്റെ മോന്തായത്തില് പഴച്ചാമ്പരാൻ തീ കോരിയിട്ടേക്കാണെന്നാ തോന്നണേ. എന്തൊരു വെയില. യൂസുഫന്തിയെ അപ്പുറത്തുണ്ട്. ആ കദീഷ്ടാത്ത നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങാടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ പാപ്പ? ആമിനാടെ മാപ്പിള പേർച്ച പോയേക്കാനില്ല, ഓരവിടെ ഉണ്ട്. പലരും മുണ്ടിയും പറഞ്ഞിരിക്കാനായിരിക്കും. നിനക്കെന്ത് പറ്റി? എന്താ പോലെ എന്റെ മുഖത്തൊരു ബാട്ടം? ഒന്നുമില്ല പാപ്പ. എന്നാലും ഒന്നുമില്ല. ആ കൂട്ടുകാരത്തിന് നിക്കാഹ് കഴിഞ്ഞ കാരണം കൊണ്ടാണല്ലേ? മോള് വിഷമിക്കണ്ടാട്ടാ. മോക്കടെ നിക്കാഹും ബാപ്പ നല്ല പൊടിപ്പനായിട്ട് വേഗം നടത്തി തരും. മമ്മൂട്ടിയുടെ കാശ് കൊടുക്കാനുള്ള ഏർപ്പാടൊക്കെ നമ്മൾ ചെയ്തേക്കണ്. ആ ഇതാര് ടീച്ചറാ? ബാ എന്തൊക്കെയുണ്ട് ടീച്ചറെ വിഷയം? ഉത്സവത്തിനൊന്നും പോയില്ലേ? പോവാണ്. സുഹറ ഒന്ന് വിളിക്കാന്ന് കരുതി. നല്ല കാര്യം. ഓളെ ഏതാണ്ടൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കേണ്. കൊണ്ടുപോയി ബേലയും പൂരൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. സൂറാവേ, മക്കളെ ഓടുക, നത്തരുവ, വെളുത്തലുവ, ചൊമ്പ
വെച്ചല്ലേ? വാ. അലുവയ്ക്ക് എന്താ വില? 20 രൂപ, 30 രൂപ, 35 രൂപ. അപ്പോ നല്ല മധുരം ഉണ്ടാവും ഇല്ലേ? താൻ എന്റെ മോട് ലൈൻ അടിക്കാൻ വന്നതാ അതോ അലുവ മേടിക്കാൻ വന്നതാ? ഒന്ന് പോട പൊട്ട തമ്പൂരി. ഞാൻ മേളം തീരാറായി. നല്ല രസമുണ്ടല്ലേ സാർ? ഗുരുവായൂർ ശിവരാമനും പാർട്ടിയാണെന്ന് അച്ഛൻ പറഞ്ഞത്. എന്ത് കിട്ടി സൂറ? ഒന്നുമില്ല. നീ ഇങ്ങനൊന്നും അല്ലല്ലോ. നമുക്ക് പോകാൻ സഹിച്ചേച്ചി. വരട്ടെ, വെടിക്കെട്ട് കഴിഞ്ഞിട്ട് പോവാം. വാ, നമുക്ക് എന്തെങ്കിലും വാങ്ങാം ഉത്സവത്തിന്റെ ഓർമ്മയ്ക്ക്. ഇനി അടുത്ത കൊല്ലാലേ ഉത്സവം ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും ആരൊക്കെ എവിടേക്കെന്ന് ആർക്കറിയാം സൂറ? ഇഷ്ടംപോലെ അലുവ നിന്നിട്ട് പോവാ. പൊടി പൊടിക്കണ്ടേ? ആരും നോക്കിയ തമിഴ്പുരി. കാണാം കണ്ടേ? രണ്ടാളും ഉണ്ടല്ലോ. നാട്ടിലെ ഒരു ഉത്സവം വിട്ടില്ലല്ലേ? ഓ, എന്താ ജമ. ആനപ്പുറത്തിരിക്കുമ്പോ ഭൂമിയിലുള്ളവരൊരു നോട്ടം കൂടിയില്ല. കണ്ടു അല്ലേ? ഏതെങ്കിലും ഒരു കോലത്തിന്റെ പിന്നിൽ മറിഞ്ഞിരിക്കാൻ വെച്ചാ ജനം അതും കണ്ടുപിടിക്കും. പ്രശ്നം അതല്ല സതി, കുറച്ച് ചില്ലറ കൈ വരും. ശരി, ഓഫീസിൽ പോയി ഇപ്പൊ തന്നെ കൈയോടെ വാങ്ങട്ടെ. ആ, കുറച്ചുകൂടി നിന്നാ ഒരുമിച്ച് അങ്ങോട്ട് പോവാം. സുഹറ എപ്പോഴും പറയുന്നത് ആശുപത്രി പോണ്ടെന്നാ. ഓലോട് തമാശ കളിക്കാണ്ട് വേഗം വരാൻ പറ. അന്നമ്മച്ചേർത്തി കൊണ്ടുവന്നോളൂ. സേതാലിക്ക കയറിക്കോ. എന്താ കരുതി? എന്തേ? എന്റെ ഈശോയെ, എന്തെങ്കിലും പറയണേ? നിങ്ങൾ കാര്യം പറയുന്നേ? ആശുപത്രി പോണ്ട, പോയിട്ട് കാര്യമില്ല. പിന്നെ അവള് സുഹറ, അവൾക്ക് വയറ്റിലുണ്ട്. എന്നെ പുല്ലാഴ്ച നമുക്ക് പറയിപ്പിക്കും. ഇവളെ തൊട്ടാ കൊല്ലും ഞാൻ.
ബാപ്പ 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 എന്തിനാ കരയുന്നേ? കരയണ്ടാട്ടാ. എടാ മോനെ, സോക്കേടാ അനക്കല്ലടാ, എന്റെ ബാപ്പ കണ്ട മോനെ. റബ്ബേ. എത്ര അടിച്ചിട്ടും ആരാന്ന് പറഞ്ഞില്ല അത്ര അവള്. എന്തിനായിരിക്കലേ? ഞമ്മക്കറിയാലോ ആരാന്ന്. ആരാ ആരാ പോയില്ലേ ആള്? ആരായിട്ടെന്താ? നമ്മൾ എത്ര പ്രാവശ്യം കണ്ടിട്ട് ഓനും ഓളും കൂടി കുഴഞ്ഞു മറിയനായി പാടത്തും പറമ്പത്തും കുന്നും മോളിലും. ആരാന്ന് പറയണ്ടോ താൻ? ഓൻ അല്ലാണ്ടാര്? ആ ചെറിയമ്പൂരി. ആ വെറുതെ ഓരോന്ന് പറഞ്ഞിണ്ടാക്കണ്ട. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. വെറുതെ പറഞ്ഞാലോടോ, നമ്മളെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. ചെറിയ എമ്പൂരി അങ്ങനെയൊക്കെ ചെയ്യൂ? നയ്യായിരിക്കും. അല്ല പിന്നെ ഏതായാലും ഓൻ വരുമ്പോ ഇവിടെ ചിലതൊക്കെ നടക്കും. ആര്? ആര്? മമ്മൂട്ടി. പിന്നെ മമ്മൂട്ടി. മമ്മൂട്ടി ചെറിയ എമ്പൂരിനെ എന്ത് ചെയ്യുമെന്ന് കളി പറയണേ. ആ കാണാലോ. ഇയാളിപ്പോ ഇങ്ങനെ കളിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്നെ പട്ടീന്ന് വിളിച്ചതാ. തീപ്പെട്ടി നിർത്ത സേതാലിക്ക, തീപ്പെട്ടി. ഇതിലൊരു വെള്ളിയുള്ളല്ലോ. ഈ ദുനിയാവ് മുഴുവൻ ചുട്ടുകരിക്കാൻ ആ ഒരു ഉള്ളി മതി. ഇത് ഞാനെടുത്താ പിന്നെ ഇവിടുത്തെ ആവശ്യത്തിന് വേണ്ടേ? മറ്റുള്ളവരുടെ കാര്യം നോക്കണ്ട, അവനവന്റെ ആവശ്യം നടക്കട്ടെ. ചെറിയമ്പൂരി, നമ്മളൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ബെരലോണുള്ള കാലം മുതലേ നമ്മൾ നിങ്ങൾ കാണാൻ തുടങ്ങിയതാ. നിങ്ങൾ എപ്പോഴും ഇവിടെ ഭാര്യയും പോവുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് വരെ നമ്മൾ നിങ്ങളോടൊന്നും മുണ്ടിട്ടില്ല. ഇന്ന് നമ്മളൊരു കാര്യം പറയാണ്, ഇനി നിങ്ങൾ ഇവിടെ വരരുത്. ചെറിയമ്പൂരി, നാട് മുഴുവൻ സംബന്ധമായി നടന്ന നമ്പൂരിമാര് നിങ്ങളുടെ ഇല്ലത്തുണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിൽ അവരാരും ഇസ്ലാമികളുടെ കുടിയിൽ വന്നിങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇതാരും പോസ്റ്റ്മാനോ? നിങ്ങൾ ചോദിച്ചാ വേണ്ടേ? എന്താണ്? ആളില്ലാത്ത മണി പറഞ്ഞു. സീതാന്റെ വീട്ടിൽ പറഞ്ഞുണ്ട്, ചെന്നാ കിട്ടും. പോടെ, നമുക്ക് പോയത് വാങ്ങിക്കാം. അമ്മയിലാരെ ഞാനത് വാങ്ങും. നീ വാ. അല്ല, ഇവിടെ ആരില്ലേ? സുറാ? അപ്പോ ശങ്കർലാല, ശങ്കർലാലോ? ഗോപാലാല, മോഹൻലാൽ ഒന്നും അല്ല മോനെ. അങ്ങനെയല്ല, ഞാൻ എന്റെ വാപ്പനെ തെരഞ്ഞു വന്നു. ആരുമില്ലേ? ആ സൈതാലി, സൈതാലി, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. മര്യാദയിരിക്കെ. കൊറേ ദിവസമായി ഇങ്ങോട്ടൊക്കെ വരണമെന്ന് വിചാരിക്കുന്നു. കൂടണ്ടേ? പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള്? ഇതിലും മുന്തിയൊരു വിശേഷം ഇനി എന്താ നമുക്ക് വരാനുള്ളത് മര്യാദ?
ഇനിയിപ്പൊ എന്താ ചെയ്യ? മൊയിലേരെ എന്നെ പറ. ഇതിലിപ്പോ ആലോചിക്കാൻ എന്തിരിക്കണേ? ഇതിന് കാരണക്കാരാരാന്ന് വെച്ചാ ഓനെ കണ്ടുപിടിച്ച് ഓനെ കൊണ്ട് സൂറിനെ കെട്ടിക്കുക, അതല്ലേ വേണ്ടേ? പറയുമ്പോ എളുപ്പമായി മൊയിലേരെ. ആ ചെറിയ അമ്പുരാന്നല്ലേ എല്ലാരും പറയണേ. ഛേ, ആരാണ് എല്ലാരും? അല്ലടോ, അതൊന്നും അല്ല. പിന്നെ ആരാ? ആളാരാന്നൊന്ന് പറയണ്ട മൊയിലേരെ. ആളാരാന്ന് പറഞ്ഞാൽ ഓൻ കോളെ കെട്ടിച്ചു കൊടുക്കുവോ? കൊടുക്കണം, അതാണ് അന്തസ്. നിങ്ങൾ പറയുന്നത് അതെ, സൂറിനോട് ചെന്ന് ചോദിക്കണ്ട, ആള് നമ്മളാണ്. നിങ്ങളാ ആ, നേര്? നേര്. അതൊക്കെ നമ്മളെ വിശ്വാസല്ലേ? ഞാൻ അവളെ കെട്ടും, നമ്മളാണ് ആള്. നിങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റൂല. ഇത് നമ്മളെ ദീന്റെ അഭിമാന പ്രശ്നമാണ്. നിങ്ങളൊന്ന് അടങ്ങിയിരിക്കും മൂലരെ. അടങ്ങിയിരിക്കും വെറുതെ ഇരിക്കുന്നു പറഞ്ഞാൽ പറ്റുമോ? പ്രഷർ ഉണ്ടായിട്ട് 2-3 ആഴ്ചയായി. ഇതുവരെ പള്ളി കമ്മിറ്റി ഒരു തീരുമാനം എടുത്താ? ഓനാണെങ്കിൽ നെഞ്ചു വിരിച്ച് അടക്കുക. ആ നാരായണ നമ്പൂരി. നമ്പൂരി തന്നെയാണ് കാരണം നിങ്ങളോട് ആരാ പറഞ്ഞത്? വലിയ ആളാണ് കേട്ടോ. അന്റെ ബാപ്പന്റെ കേസേ നമ്മളടുത്ത് 100 എണ്ണം നമ്മക്കും അറിയാം. നമ്മളെ കൊണ്ട് പറയിക്കണോ? നിങ്ങൾ പറയാൻ അതെ, നമ്മൾ ഇവിടെ തമാശ പറഞ്ഞിരിക്കാൻ വന്നല്ല, സൂറിന്റെ കാര്യം പറയാൻ വന്നാ അത് തീരുമാനിക്കേ. ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ടോ നിങ്ങള്? ഒച്ചയും ബഹളം ഉണ്ടൊക്കെ എങ്ങനെ കേൾക്കാൻ പറ്റണേ? ആ, ഇനി നീ പറയൂ, ആരാ നിന്നോട് പറഞ്ഞു ചെറിയ പുരിയാണെന്ന്? എല്ലാവർക്കും തിരിഞ്ഞിരിക്കണ്, അത് മൂപ്പന് മാത്രം തിരിയൂല. അങ്ങനെ തൊള്ളെ തോന്നിയോണം പറയേണ്ട കാര്യമല്ലേ? 2 സമുദായങ്ങൾ തമ്മിൽ ബാക്കുണ്ടാവുന്ന കാര്യമാണ്. സൂറ പറഞ്ഞു ഞങ്ങളോട്. പറഞ്ഞു എന്നാ നമ്മൾ ചോദിക്കണത്. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല, സൂറ തന്നെ പറയണം. എന്നാ നിങ്ങളെല്ലാം പോയി ഓളോട് ചോദിക്കേ. എല്ലാരും വേണ്ട, മൊയിലാരോ ചോദിക്കട്ടെ. അല്ല, ഞാൻ ശരിയാവില്ല. കാരണം ഈ കാര്യത്തിന് ഈ മഹലിൽ മൂപ്പം പോവാണ് എന്നെക്കാര്യം നല്ലത്. അത് പറഞ്ഞപ്പോ മൂപ്പനെന്താ മിണ്ടാത്ത? നിങ്ങൾ എന്തായി പറയണത്? ഇതിനൊക്കെ ഒരു സാവകാശം വേണം. എടുത്താ കടിച്ചാ മരിച്ചാ ശൈലിക്ക് പറ്റില്ല. മൂപ്പൻ ഉരുണ്ട് കളിക്കുന്നതിന്റെ കാര്യം നമുക്ക് പിടികിട്ടിയിരിക്കണേ. ഓള് മൂപ്പന്റെ പേര് പറഞ്ഞെങ്കിലോ? സിദ്ധിക്കേ, ദേ ചെയ്താലൊക്കെ നിങ്ങളൊരു വാക്ക് മുണ്ടിയാ മതി. ആ ചെറിയ മുമ്പിൽ നമ്മളെല്ലാം കൂടി ഇവിടെ കൊണ്ടുവരും ഇങ്ങളെ മുമ്പിൽ. എന്നിട്ട് ഓനെ കൊണ്ട് സൂറാനെ കെട്ടിക്കും. കാരണം നിങ്ങൾക്ക് അതൊക്കെ കുഴപ്പമല്ലേ സിദ്ധിക്കേ? കുഴപ്പം അതിന്റെ അടുത്ത് കുഴപ്പമാണോ? എന്നാലേ ഓനൊരു പാഠം പഠിക്കുള്ളൂ. നമ്മളെ വീടുള്ളൂല്ലേ പെൺകുട്ടികള്. നിങ്ങളെന്താ ഒന്നും മിണ്ടാത്ത ചെയ്താലിക്ക? അതിന് നമ്മക്ക് എന്താണ് ഓന്റെ സമ്മതം? നമ്മളെ സമുദായത്തിനല്ലേ മാനക്കേട്? അങ്ങനെ പറ പോലെ. ആദ്യം എന്നെയാ പറഞ്ഞത്. ഇനിയിപ്പോ ചെയ്താലിക്ക ഒന്ന് അങ്ങനെ കേട്ടോളി. ഇക്കാര്യത്തിൽ ഇങ്ങനെ സമ്മതം ഒന്നും നമുക്ക് വേണ്ട. നമ്മളെല്ലാം കൂടി ഓനെ പിടിക്കാൻ പോവാണ്. സിദ്ധിക്ക പറഞ്ഞാണ് എന്റെ ശരി. വല്ലടാ സാരമില്ല, ചെറുപ്പല്ലേ എന്ന് വെച്ച് പിടിച്ചങ്ങോട്ട് കെട്ടിക്കെന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ പിന്നെ ഇവിടെ. അതാ ഞാനും ചോദിക്കണത്. ടോം എന്നെ ഒരു കൂട്ടർ പിടിച്ച് കെട്ടിക്കോന്നും പറഞ്ഞു നടക്കുന്നു, ഒരു കൂട്ടർ കൊല്ലുമെന്നും. നാരായണൻ ഒന്നുകൊണ്ടും പിടിക്കണ്ട, ഞങ്ങളൊക്കെ തന്റെ പിന്നിലുണ്ടാവും. എന്റെ പിന്നിലോ? എന്തിന്? നമ്മളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നല്ലേ നല്ലത്. ആരാ ഈ നമ്മള്? നമ്മള് എന്ന് വെച്ചാ ഹിന്ദുക്കള്. ആരാ അവിടെ? ആ അനിയമയോനും കൂട്ടുക. ഉച്ചത്തിലൊക്കെ സംസാരിക്കണ്ടല്ലോ, എന്താണാവോ? ഏട്ടനെ സഹായിക്കാൻ പറഞ്ഞ് വന്നിരിക്കുക. സഹായിച്ചില്ലെന്നും വേണ്ടില്ല, ആരും എന്റെ ഉണ്ണിയെ ദ്രോഹിക്കാണ്ടിരുന്നാ മതിയായിരുന്നു. നാരായണന്റെ അഭിപ്രായം എന്താ? എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട. സഹതാപത്തിന്റെ പേരും പറഞ്ഞ് മേലിൽ ഇവിടേക്ക് ആരും വരണമെന്നില്ല. നാരായണ, ഇത് വ്യക്തിയുടെ മാത്രമല്ല, ഒരു സമുദായത്തിന്റെ മൊത്തം പ്രശ്നമാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാം തന്റെ കൂടെ ഉണ്ടാവും. അത് പറയാനാ വന്നത്. ആദ്യം മിത്രങ്ങളെയും ശത്രുക്കളെയും തിരിച്ചറിയാൻ പഠിക്കാത്താൻ പഠിപ്പ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലടോ. അല്ല, സ്വജാതി സ്നേഹം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്നോട് പരിചയിച്ചിട്ട് ഒരു കാര്യമില്ല. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയും. എന്നാ ഇറങ്ങട്ടെ. ഏതായാലും ഞങ്ങൾ ചിലത് തീരുമാനിച്ചു കഴിഞ്ഞു. ഒന്നുകൂടി ആലോചിച്ചാൽ തനിക്കും ബോധ്യവും ഞങ്ങളുടെ വഴിയാ നല്ലതെന്ന്. ആ, ഒന്ന് ചെയ്യാലേ ഒന്നിന് വളാവൂ, അത് മറക്കണ്ട. പാടോ മൂപ്പനായിട്ടുള്ള മത്സരത്തിൽ മെന്ന് കൂടെ നിൽക്കാൻ ആള് വേണം, അത്ര തന്നെ. അഭിമാന്റെ മോനല്ലേ?
അതെ, സൈതാലിയുടെ പെങ്ങടെ മോനും. മോനോട് പറഞ്ഞോളും സൂക്ഷിച്ച് നടന്നോളാൻ. ചേച്ചി പോയാ? എന്താണ് സുഹൃത്തെ പറഞ്ഞേ? സുഹൃത്തെ പറഞ്ഞേ ഒന്നും കൂടി ചെല്ലാൻ ഇന്ന് രാത്രി ആരോടും പറയണ്ടെന്നും പറഞ്ഞാൻ കിട്ടാ. ആരാ അത്? അത് ശരി, ഞാൻ പറഞ്ഞാലേ കുറെ ദിവസമായി എന്നെ ബലവെച്ച് നടക്കാറുണ്ട്. കൈയെടുക്കും കുട്ടി. അങ്ങനെ വിട്ടാ പറ്റുമോ? നാട്ടുകാരുടെ മൊയ്യ മുമ്പിൽ എന്നെ കാണിക്കണ്ടേ? കൈ എടുക്കാൻ. വീട്ടിൽ പോ, എന്റെ വണ്ടിക്കാരനെ തമ്മിച്ചല്ലേ. ചെറിയപുരി പോ. നിന്നിട്ടല്ലേ പറഞ്ഞോ മുട്ടി പോവാൻ. പൊരിഞ്ഞതല്ല നടന്നു അത്രേ. പാതിരാ സമയമല്ലേ, എന്തൊക്കെയാ അവിടെ നടന്നതെന്ന് കർത്താവിന് മാത്രമേ അറിയാൻ പറ്റൂ. കരാട്ട വരെ എടുത്ത് പ്രയോഗിച്ചെന്നാ കേട്ടത്. എന്തായി ഇനിയിപ്പോ എനിക്ക് സംശയമുണ്ടോ? സോറിനടുത്ത് കൊണ്ടാൻ വേണ്ടി ഒപ്പിച്ചതാരാന്ന്? ഒരു ചെരമ്പൂരിന്റെ ഒരു വക്കീല്. ഓൻ പിന്നെയും ചെറുങ്ങനെ പാതിരാക്ക് പാർത്തും പറിക്കും. മമ്മൂട്ടി എന്നിട്ടേ ഇങ്ങനെ ചെന്നുങ്ങാഞ്ഞിട്ട് ഒരൊറ്റ പിടുത്താണ് കൊങ്ങക്ക്. പിടുത്തെന്ന് പറയാ എമ്മാതിരി പിടുത്തം. ഞാനല്ലേ ഇത് കണ്ടത്. അവ പിന്നെണ്ടായ ഒരു പുകില് പറയണോ? പാവം ആ വല്യമ്പൂരിനോർത്ത് വിട്ടതല്ലേ. അതെ, ഞാൻ പറഞ്ഞതാണ്. എന്താ സത്യം പറഞ്ഞാൽ ഇക്കാലത്ത് ചിലർക്ക് ജയിക്കൂല. എന്താ സതിയില്ലേ? എന്താ? എന്തിനാ? ഒരു കാര്യം പറയണ്ടായിരുന്നു. ഒന്നും പറയണ്ട, പറയാത്തന്നെല്ലാം മനസ്സിലായി. നേരിൽ സരിയെ കാണാൻ ചെറുമ്പൂരി മെനക്കിറങ്ങുന്നില്ല. മനസ്സ് തകർത്ത് എന്റെ മോള് നടക്കണ കാണുമ്പോ നിൽക്കൂ. എനിക്ക് ചിലത് പറയാനുണ്ട്. ജനങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടും ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പോൾ എല്ലാ സംശയങ്ങളും മാറി. എല്ലാം. ഒരു പെണ്ണിനു വേണ്ടി 2 കാമുകന്മാർ നടത്തിയ പോരാട്ടം
പാതിരാത്രിയിൽ. സതി എന്തായി പറയുന്നത്? ഞാൻ നിരപരാധി എന്ന് പറയാനാവും ഭാവം. ബ്രഹ്മാവിന് 4 മുഖങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്കൊക്കെ എത്ര മുഖങ്ങളാണ്? സതി എത്ര സമർത്ഥമായാണ് ഒഴിഞ്ഞു മാറിയത്. സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുന്നു. മനസാക്ഷി കാര്യം അറിയാതെയാണ് നീ. ഒന്നും പറയണ്ട, എനിക്കൊന്നേ പറയാനുള്ളൂ. ഇനി എന്നെ കാണാൻ നരന് ശ്രമിക്കരുത്. തിരുമേനിയോ? ഓ, സതി ടീച്ചറെ വീട്ടിൽ നിന്നായിരിക്കും. എന്താ മൂത്തൊരു വാട്ടം, ആകെ ചമ്മിയ പോലുണ്ടല്ലോ. കൈ നനയാതെ മീൻ പിടിക്കാൻ ശ്രമിച്ച കൊച്ചു തിരുമേനി, പക്ഷെ കയ്യും നനഞ്ഞു, കയ്യിലിരുന്ന ചൂണ്ടയും പോയി. അപ്പൊ മീനോ? മീൻ ഇപ്പോഴും വെള്ളത്തിൽ തന്നെ. എന്നിട്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് നമ്മുടെ തിരുമേനി പറയും. എന്നിട്ട് എന്ത് പറ്റി തിരുമേനി? പറ്റിയതോ? ഇതാ പറ്റിയത്. അച്ഛന് അമ്പലത്തിൽ പോണില്ലേ? ഇന്നത്തെ ശാന്തി വാസിയവൻ തനിച്ചു നോക്കട്ടെ. ലക്ഷിച്ചിട്ട് പുറത്തിറങ്ങാൻ വേണ്ടായി. ആൾക്കാർ ഓരോന്ന് ചോദിക്കുന്നുണ്ടാവും. ഒന്നും ചോദിക്കണില്ല, അതാ സങ്കടം. നോട്ടം മാത്രം. ചൂളിപ്പോവാണ്. നാരായണൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കുറെ പേരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അതുമില്ലാണ്ടായി. അർദ്ധരാത്രി സൈതാലിയുടെ വീട്ടിലേക്ക് ഒളിച്ചും പാത്തും ചെല്ല. അതും പോരാഞ്ഞ് ആ മമ്മൂട്ടിയായിട്ട് അടിപിടി കൂടുകയും ചെയ്തു അത്രേ. അതുകൊണ്ട് ഞാൻ ചിലത് തീരുമാനിച്ചെടുക്കണം. എന്താ? ഒന്നും കൂടെ ഇതിന് പറയണ്ട ദേവകി. നമ്മുടെ മക്കള് ചെയ്യുന്ന തെറ്റുകളും നമ്മൾ തന്നെ വേണ്ടേ തിരുത്താൻ? സാവിത്രി, ഏട്ടനെ ഒന്നും ഇങ്ങോട്ട് വിളിക്കുക. ഏട്ടാ, അച്ഛൻ വിളിക്കണോ? എന്ത് ചെയ്യാനാ ഭാവം? പറയാം, അയാൾ ഇങ്ങോട്ട് വരട്ടെ. ആ വന്നൂലോ. ഇങ്ങോട്ട് നീങ്ങി നിൽക്കുക. ഇതങ്ങോട്ട് പിടിക്കുക. വാങ്ങ. ഇത് സുഹറയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുക. എന്താ ചെയ്ത്? എന്താണെന്നോ? ഉടവാ. എന്തെങ്കിലും ഒരു ചടങ്ങ് വേണല്ലോ ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അച്ഛാ, എനിക്ക് പറയാനുള്ളത്. മിണ്ടരുത്. പറയണത് അങ്ങോട്ട് അനുസരിക്കേ വേണ്ടൂ. എനിക്ക് നാട്ടില് തല ഉയർത്തി നടക്കണം. സൈതാലിക്കും. അതല്ല അച്ഛാ. തിരുമേനി, ഇന്ന് അമ്പലത്തിൽ പോയില്ലല്ലേ? ഇല്ല. നന്നായി. ഇനി ഒട്ട് പോവേണ്ടിയും വരില്ല. എന്നുവെച്ചാൽ? ആ, അപ്പൊന്നും അറിഞ്ഞില്ലല്ലേ? ഇല്ല. എന്താ മേടിച്ചപ്പാടെ? നമ്മുടെ ദേവസ്വം പ്രസിഡന്റിന്റെ മോനെ തല്ലിയിരിക്കണു. അനിയൻ മേനോന്റെ മോനെ. ആരാ തല്ലിയത്? അല്ലാണ്ട് ആരാ? തിരുമേന്റെ മോൻ തന്നെ, നാരായണൻ. ഇനിയിപ്പൊ സുഖായി. അച്ഛനും മോനും കൂടി കുളിച്ച് കുളിയും തൊട്ട് ബ്രഹ്മസൂത്രം ജപിച്ച് വീട്ടിലിരിക്കാം. ആകെ ഒരു ജീവിതമാർഗം ഉണ്ടായിരുന്നത് കൂടി ഏട്ടൻ കളഞ്ഞു കുളിച്ച കഥയാ പറഞ്ഞത്. ഈ പെൺകുട്ടിയെങ്കിലും ഒന്ന് ഓർക്കായിരുന്നല്ലോ ആ ചെറിയ പോരിക്ക്. എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കണത്? എന്താ തീരുമാനിച്ചെടുക്കണത്? തനിക്ക് ഒന്നും ഇവിടെ പറയല്ലേ? ചെയ്തു വെച്ചതൊക്കെ ശരിയാണെന്ന് സമർത്ഥിക്കുകയായിരിക്കും മനസ്സ്, അല്ലേ? ഇന്ന് ഈ ഇല്ലാത്ത അന്നദാതാവാ അനിയൻ മേനോൻ. ആ വഴി അടച്ചപ്പോ തൃപ്തിയായില്ലേ തനിക്ക്? എന്തിനാ ഇങ്ങനെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഭാരമായിട്ട് കഴിയണത്? വല്ല ദിക്കിലേക്ക് ഇറങ്ങിപ്പോയിക്കൂടെ? ഇല്ലെങ്കിൽ കുറച്ചു വേഷം കലക്കി തരിക.
ഞങ്ങളെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. ശാന്തി പോണെങ്കിൽ പോട്ടെ, ഞാനും എന്റെ കുട്ടിയും കൂടി കൂലിപ്പണി എടുത്തങ്ങോട്ട് കഴിയും. ആര് തോൽപ്പിച്ചാലും തോൽക്കാൻ ഞങ്ങൾ നിശ്ചയിച്ചിട്ടില്ല. അച്ഛാ, നേട്ടൻ ഇറങ്ങി പോണു. ഞാൻ വിളിച്ചിട്ട് നിക്കണില്ല. ദേവഹി, നമ്മുടെ മോൻ ഇതാ ഇറങ്ങി പോണു. എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാ. പോട്ടെ, പോയിക്കോട്ടെ. എനിക്ക് ആരും വേണ്ട, ആരും വേണ്ട. യൂസഫാ, എന്താ ഈ നേരത്ത്? യൂസഫേ, ഇങ്ങനെ വരുന്നത് വീട്ടിലാരും കണ്ടില്ലേ? എന്താ യൂസഫേ? എന്ത് പറ്റിയേട്ടാ? ആരാ എന്റെ ഏട്ടനെ തല്ലിയത്? എനിക്കറിയില്ല കുട്ടി. എങ്ങനെ ഏട്ടന്? ഇത് വെച്ചോളൂ. എന്തോ അത്യാവശ്യമായി പണം ചോദിക്കാനാ അന്ന് ഏട്ടൻ അവിടെ വന്നത്. പക്ഷേ ഇന്നിനി ഇതിന് ആവശ്യമില്ല. സാത്രി, നിനക്കറിയില്ല, എനിക്കറിയില്ല, സമ്മതിച്ചു. പക്ഷെ സൽച്ചേച്ചിക്ക് അറിയായിരുന്നല്ലോ എന്റെ ഏട്ടന് ശരിയെന്ന് തോന്നുന്ന കാര്യം ആരെതിർത്താലും ചെയ്യുന്ന ആളാണെന്നും. ഏട്ടനോടൊന്ന് ചോദിക്കായിരുന്നില്ലേ എന്തിനാ പാദയാത്രയിൽ സൂറയുടെ വീട്ടിൽ പോയെന്ന്? ആ പോട്ടെ, ആശുപത്രി ഏട്ടൻ തനിച്ചാ. ചേച്ചി, ഞാൻ ആസ്പത്രിയിൽ പോവാ. ദൂരോത്ത് എണീക്കാനും അടിച്ചവൻ അടിക്കാനും ആരോടും ചോദിക്കേണ്ട മമ്മൂട്ടിയെ. ഓനെ കാച്ചിക്കളണ്ടായിരുന്നു, പിന്നെ വേണ്ടെന്ന് വെച്ചിട്ടാ. അതൊക്കെ ശരിയാ, പക്ഷേ ഓന് വെറുതെ ഇരിക്കുന്നു വിചാരിക്കണ്ടേ? ഒന്ന് സൂക്ഷിച്ചാ ഉണ്ടാളാ. അതെ, ഓന്റെ പെൺകുട്ടി വരുന്നുണ്ട്. അള്ള വിറക്കി വെക്കുന്നുണ്ട് കൂടെ. ആസ്പത്രിയിൽക്കാ കഷ്ടായിപ്പോ. ഇത് ചെയ്താരാണ് വല്ല പുടിയും കിട്ടിയോ? ഏതായാലും പറിച്ചോന്ന് രക്ഷിച്ച്. ഇത്രയല്ലേ പറ്റുള്ളൂ. ഇതുകൊണ്ടൊന്നും ആയില്ല മൊയിലാരെ, കോളേജിനെ കാണാതിരിക്കുന്നേ ഉള്ളൂ. ഈ പോത്തിന് ഒരു ദിവസം ഇവിടെ പിടിച്ചാൽ കൊല്ല കാര്യം പറയണ. നമ്മളെ കൊണ്ട് വയ്യ. എന്താണെന്ന്? പള്ളിത്താഴത്ത് കുഴപ്പം നടക്കണ്. ചതിച്ച തമ്പുരാണ്.